ആദരണീയരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൗര സമൂഹ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എന്നോട് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൗരസമൂഹം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്. സാധാരണയായി നമ്മുടെ സമൂഹത്തെ രാഷ്ട്രീയ സമൂഹമെന്നും പൗരസമൂഹമെന്നും രണ്ടായി വേർതിരിക്കാറുണ്ട്. രാഷ്ട്രീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ സാധാരണ രാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ സമൂഹത്തിന് പുറത്തുള്ള നമ്മളെപ്പോലെ സാധാരണ പൗരരെല്ലാം ജീവിക്കുന്ന, ദൈനംദിനം രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയോ അതിൽ പങ്കാളികളാവുകയോ ചെയ്യാത്ത സാധാരണ മനുഷ്യരുടെ സമൂഹത്തെയാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ പൗരസമൂഹം എന്നത് വാസ്തവത്തിൽ ഭരണ സംവിധാനത്തിന് പുറത്ത്, രാഷ്ട്രീയ സംവിധാനത്തിന് പുറത്ത്, കമ്പോളത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്ക് പുറത്ത് താമസിക്കുന്ന, ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ പൗരരുടെ സമൂഹത്തെയാണ് നമ്മൾ പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പൗരസമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം എന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയമാണ് എന്ന് സങ്കല്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൗരസമൂഹത്തിൽ ജീവിക്കുന്ന സാമാന്യ മനുഷ്യരുടെ രാഷ്ട്രീയ ബോധം, സാമൂഹ്യ ബോധം, ആ സാമൂഹ്യ ബോധത്തെയാണ് ഇവിടെ പൗരസമൂഹ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. എൻ്റെ സ്വാർത്ഥ ജീവിതത്തിന് പുറത്ത് മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന താല്പര്യവും ശ്രദ്ധയും കരുതലുമാണ് വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം. മനുഷ്യർ സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കും സ്വന്തം താല്പര്യങ്ങൾ ഉണ്ട്. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, സുഖമായി ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അതിനപ്പുറം മറ്റു മനുഷ്യരുടെ സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയായി തീരുന്നത്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുകയും ഉറക്കം വരുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്നത് മൃഗങ്ങളും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ മനുഷ്യന് മാത്രമാണ് തങ്ങൾക്കുണ്ടാകുന്ന ഈ സുഖം സന്തോഷമൊക്കെ മറ്റുള്ളവർക്കും വേണ്ടതാണ് എന്ന തോന്നൽ ഉണ്ടാവുന്നത്. ആ തോന്നലിൻ്റെ പേരാണ് രാഷ്ട്രീയം. അത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയക്കാർ നമ്മളോട് ഉപദേശിച്ചിട്ടോ അവർ നിർദ്ദേശിച്ചിട്ടോ അല്ല. മനുഷ്യർ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മറ്റുള്ള മനുഷ്യരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലം പ്രകൃതിയിൽ അതിജീവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമാണ് പൗരസമൂഹ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പൗരസമൂഹം എന്ന് നമ്മൾ പറയുന്ന ഈ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ മനുഷ്യർ ചെയ്യുന്ന സന്നദ്ധമായ പ്രവർത്തനങ്ങളാണ്. വോളണ്ടറിനെസ് നമ്മൾ പറയും ഇംഗ്ലീഷിൽ. സന്നദ്ധമായി നമ്മൾ ചെയ്യുന്ന ധാരാളം പ്രവൃത്തികളുണ്ട്.
ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പ്രളയം വന്ന കാലത്ത് മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പലതരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഒന്നിച്ച് പ്രവർത്തിച്ച് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ കടലിൽ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് വാസ്തവത്തിൽ സ്വയം സന്നദ്ധരായി ഈ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാനും അവരെ സുരക്ഷിതമായ ഇടങ്ങളിൽ എത്തിക്കാനും ഒക്കെ ശ്രമിച്ചത് നമുക്കറിയാം. കേരളത്തിൻ്റെ സൈന്യം എന്നാണ് നമ്മൾ അക്കാലത്ത് അവരെ വിളിച്ചത്. ആരാണ് അവരോട് അങ്ങനെ ആവശ്യപ്പെട്ടത്? ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സ്വയം സന്നദ്ധരായാണ് അവരത് ചെയ്തത്. അതേപോലെ നമ്മുടെ ചൂരൽമലയിൽ മണ്ണിടിച്ചിൽ വന്നപ്പോൾ, ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, അവിടെയും മനുഷ്യർ ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വയം സന്നദ്ധരായി ആ മനുഷ്യരെ സഹായിക്കാൻ പുറപ്പെട്ടു. കൊറോണയുടെ മഹാമാരി വന്ന കാലത്ത് നമ്മൾ ഒരുമിച്ച് നിന്ന് മറ്റ് മനുഷ്യരുടെ ദുരിതങ്ങളിൽ അത് പരിഹരിക്കാനും അതിൽ സാന്ത്വനമർപ്പിക്കാനും വേണ്ടി പ്രയത്നിച്ചു. ഇങ്ങനെ മനുഷ്യർക്ക് ഈ പറഞ്ഞ അർത്ഥത്തിൽ സ്നേഹം, കരുതൽ, കരുണ തുടങ്ങിയ ധാരാളം വികാരങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സഹജീവനത്തിനുള്ള ചില മാതൃകകൾ മനുഷ്യർ സ്വയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പൗരസമൂഹ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പൗരസമൂഹ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ധാർമ്മികത എന്നതാണ്. ധാർമ്മികത എന്ന് നമ്മൾ പറയുന്ന വാക്ക് സംസ്കൃതത്തിലൊരു വാക്കാണ്. ആ വാക്ക് ഉണ്ടാവുന്നത് ധൃ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ നിന്നാണ്. സംസ്കൃതത്തിൽ ധൃ എന്ന ശബ്ദം ചേർത്ത് നിർത്തുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ധാർമ്മികമായ മൂല്യം എന്ന് പറയുന്നത് മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതാണ്. ഈ ചേർത്ത് നിർത്തുന്ന പൗരസമൂഹത്തിലെ മനുഷ്യരെ അവരുടെ സഹജീവനത്തെ, അതിജീവനത്തിനു വേണ്ടി അവരെ എന്താണ് ചേർത്ത് നിർത്തുന്നത്? ആ ചേർത്ത് നിർത്തുന്നത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ മനുഷ്യപ്പറ്റ്, മനുഷ്യത്വം എന്ന് പറയുന്നതാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ട് എന്താണ് മനുഷ്യത്വം എന്ന് ചോദിച്ചാൽ അത് പൗരസമൂഹത്തിൻ്റെ ധാർമ്മികതയാണ്. പൗരസമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ പേരാണ് മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നത്. അതാണ് വാസ്തവത്തിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ പൗരസമൂഹം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്താണ്. അത് ഭരണകൂടത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളല്ല ഞാൻ ഈ പറയുന്നതൊക്കെ. മനുഷ്യപ്പറ്റ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഭരണകൂടത്തിൻ്റെ സ്ഥാപനങ്ങളിൽ മനുഷ്യപ്പറ്റ് പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ആവശ്യത്തിനോ വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിൽ പോയാൽ നമ്മളെ ഒരു കരുണയും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കാറുള്ളത് നമുക്കറിയാം ആണ്. എന്നാൽ ഭരണകൂടത്തിന് പുറത്തുള്ള നമ്മളെ പോലുള്ള മനുഷ്യർ ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ഭരണകൂടത്തിൽ നിന്ന് പുറത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു കാര്യം, ഒട്ടും ലാഭം പ്രതീക്ഷിക്കാതെയാണ്, ഒരു തരത്തിലും ലാഭം പ്രതീക്ഷിക്കാതെയാണ് വാസ്തവത്തിൽ പൗരസമൂഹത്തിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പൗരസമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് നോൺ പ്രോഫിറ്റബിളായ, ഒരു തരത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു ലാഭമുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഒരു കാര്യം, ഏതോ ഒരു രോഗിക്ക് വേണ്ടി പണം പിരിക്കുന്നുണ്ട്. നമ്മളുടെ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ളൊരു ആളുകൾ ബക്കറ്റൊക്കെ പിടിച്ച് പണം പിരിക്കുന്നുണ്ട്. അതിനവരെ പ്രേരിപ്പിക്കുന്ന എന്താ? അപ്പോൾ രോഗിയായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കാൻ ഏതെങ്കിലും സർക്കാർ നിർദ്ദേശം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയോ അല്ല വാസ്തവത്തിൽ മനുഷ്യരത് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന്, ഈ ഇന്ത്യ പോലെ ഒരു സമൂഹത്തിലെ പൗരസമൂഹം എന്ന് പറയുന്നത് തന്നെ അത് ബഹുസ്വരമാണ്. അപ്പോൾ ഈ ബഹുസ്വരമായ ഒരു സമൂഹത്തിനകത്ത് എല്ലാതരം വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ധാർമ്മികത പ്രവർത്തിക്കണമെങ്കിൽ
നമ്മുടെ എല്ലാ മുൻവിധികളും മറികടന്നുകൊണ്ട് മനുഷ്യരെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോൾ ബഹുസ്വരമായ ഒരു സമൂഹത്തിൽ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം നമ്മളൊക്കെ ജനിച്ചതും ജീവിക്കുന്നതും വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെയാണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിനകത്ത് അതിനപ്പുറം നിൽക്കുന്ന അപര മനുഷ്യരെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുക എന്ന ചോദ്യം ഈ ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൗരസമൂഹ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനം ഈ സന്നദ്ധ പ്രവർത്തനം, ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനം, ഈ പറഞ്ഞ ഭരണകൂടത്തിൽ നിന്ന് വിമുക്തമായ സംഘടിതമായ ശ്രമങ്ങൾ, ബഹുസ്വര സമൂഹത്തിലുള്ള ഇടപെടലുകൾ, ഇതെല്ലാമാണ് ഈ പൗരസമൂഹ രാഷ്ട്രീയം എന്നതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിനകത്തുള്ള പൗരസമൂഹ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അങ്ങനെ ഒരു പൗരസമൂഹ രാഷ്ട്രീയം നിർമ്മിച്ചെടുക്കണമെങ്കിൽ നമുക്ക് അവശ്യം വേണ്ടത് സംവാദം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ പല കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും വിശ്വാസങ്ങളും സംസ്കാരമൊക്കെ ഉള്ള സമൂഹമാണ്. ആ സമൂഹത്തിനകത്ത് നിങ്ങൾക്കൊരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അതാണ്. ഇപ്പോൾ ഇന്ത്യ പോലൊരു സമൂഹത്തിൽ ധാരാളം മതങ്ങളുണ്ട്. അതിനകത്ത് ജൈനരും ബൗദ്ധരും പാഴ്സികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യങ്ങളും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുക? അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്കിടയിൽ സംവാദാത്മകമായ ഒരു ബന്ധം, ഒരു ഡയലോജിക്കൽ റിലേഷനാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. ഈ സംവാദാത്മകമായ ഒരു ബന്ധം ഈ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധ്യമാകുന്ന പ്രവൃത്തിയാണ് പൗരസമൂഹ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അപ്പോൾ പൗരസമൂഹ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഒന്ന് ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പമാണ്. ജനാധിപത്യത്തിൻ്റെ വിജയത്തിൽ മാത്രമേ പൗരസമൂഹ രാഷ്ട്രീയം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിന് നിലനിൽപ്പുള്ളൂ. ജനാധിപത്യത്തിന് പകരം ഏകാധിപത്യവും ഈ പറഞ്ഞ മറ്റ് തരത്തിലുള്ള അധിനിവേശ ഭരണക്രമങ്ങളും ഈ പൗര സമൂഹത്തിനകത്തുള്ള രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജനാധിപത്യത്തിന് മേൽക്കൈയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ പൗരസമൂഹ രാഷ്ട്രീയം സാധ്യമാവുകയുള്ളൂ. എന്താണ് ജനാധിപത്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്. ശ്രീനാരായണ ഗുരു 1924 ആലുവ മണപ്പുറത്ത് ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികമാണിപ്പോൾ. ആ സർവമത സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നാണ് ആ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യമായി ഉയർത്തി കാണിച്ചത്. എന്താണ് വാദിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? സർവമത സമ്മേളനം, പല മതത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ വന്ന് അവരുടെ മതത്തിലകത്ത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്, ഓരോ മതങ്ങളും ലോകത്തിന് നൽകുന്ന, ആ മതവിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നല്ല, ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഓരോ മതപണ്ഡിതന്മാരും വന്ന് സംസാരിച്ച ഒരു സമ്മേളനമാണ് സർവമത സമ്മേളനം. അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്, അപരമാണെന്ന് കരുതുന്ന പലതും അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പം അതുകൊണ്ട് ലോകത്തുനിന്ന് പലതരത്തിലുള്ള
തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് അതിനെ മറികടക്കാൻ ഏതെങ്കിലും ഒരു സംസ്കാരത്തിനോ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു സങ്കല്പത്തിനോ മാത്രം സാധിക്കില്ല. എല്ലാവരും ചേർന്ന് നിന്നാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. അങ്ങനെ എല്ലാവരും ചേർന്ന് നിൽക്കണമെങ്കിൽ അവർക്കിടയിൽ സമവായത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു ഭാഷ വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു സമവായത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ വികസിപ്പിച്ചെടുക്കാനാണ് 924 നാരായണ ഗുരു ശ്രമിച്ചത്. ലോകത്ത് നടന്ന ആദ്യത്തെ സർവമത സമ്മേളനം ചിക്കാഗോയിൽ വെച്ചായിരുന്നു. രണ്ടാമത് നടന്ന സർവമത സമ്മേളനം ആലുവയിൽ നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. വാസ്തവത്തിൽ നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ എല്ലാ ദിവസവും ഈ സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഗ്രാമങ്ങളിലും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലും നിരന്തരം നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാ മതവിശ്വാസികളും പരസ്പരം ചേർന്നിരുന്നു കൊണ്ട് എന്താണ് മറ്റുള്ള മനുഷ്യർ ചെയ്യുന്നതെന്നും അവരെന്താണ് ചിന്തിക്കുന്നതെന്നും അറിയാതെ ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര സമൂഹത്തിനകത്ത് നമുക്ക് ഒരു പൗരസമൂഹ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവരാരും പണ്ഡിതന്മാരോ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളോ അല്ലെങ്കിൽ പഠിക്കാൻ സൗകര്യം കിട്ടിയ ആളുകളോ ഒന്നുമല്ല. അവരൊക്കെ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഈ സാധാരണക്കാരായ മനുഷ്യർ നമുക്കറിയാം, അവരാണ് പലപ്പോഴും പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകളെക്കാൾ മനുഷ്യപ്പറ്റോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് അവർക്ക് ഈ ഒരു സാധാരണ മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ അവർ സ്വാംശീകരിച്ച, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ സ്വാംശീകരിച്ച പലതരം പാഠങ്ങൾ യഥാർത്ഥത്തിൽ അവരെ കരുണയുള്ളവരും അതുപോലെ അവരെ ചേർത്ത് നിർത്താൻ, മറ്റു മനുഷ്യരെ ചേർത്ത് നിർത്താൻ സന്നദ്ധതയുള്ളവരുമാക്കി മാറ്റുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ വീട്ടമ്മ, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലാത്ത, വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്ത എത്രയോ നമ്മുടെ നാട്ടിലെ അമ്മമാരും ഉമ്മമാരും ഒക്കെ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ കരുതലോടും കരുണയോടും കൂടി നോക്കിക്കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് അവർക്കതിനുള്ള ഒരു ഊർജം കിട്ടുന്നത് എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂർ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ സമ്മേളനം ചേരുന്നത്. ഈ തൃശ്ശൂർ ജനിച്ച് ജീവിച്ച ഒരു കഥാകൃത്താണ് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിൻ്റെ ഒരു കഥയുണ്ട്, പുഴവക്കത്തെ കവുങ്ങിൻ തോട്ടങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഷൗക്കത്ത് അലിയും അശോകനും ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് സ്കൂളിൽ. അപ്പോൾ ഈ ഷൗക്കത്ത് അലിക്ക് വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയാണെങ്കിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുത്തിട്ടാണ് ഈ മോനെ വളർത്തുന്നത്. മോനും ഇതുമാതിരി ചില പണിക്കൊക്കെ പോകും. അപ്പോൾ രാവിലെ തന്നെ കുട്ടമ്പുഴയിലുള്ള അങ്ങാടിയിൽ പോയിട്ട് ആടിനുള്ള തോല് വിറ്റിട്ടും പുളി പറിച്ച് വിറ്റിട്ടും അങ്ങനെ എന്തെങ്കിലും ചെറിയ കച്ചവടമൊക്കെ നടത്തിയിട്ടാണ് ഷൗക്കത്ത് അലിക്ക് സ്കൂളിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കൂളിൽ വരുമ്പോൾ എന്നും നേരം വൈകും. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്നത്, ക്ലാസ് മാഷായിട്ടുണ്ടായിരുന്നത് ഒരു വാരര മാഷാണ്. വാരര മാഷ് മലയാളമാണ് പഠിപ്പിക്കുക. അപ്പോൾ ഈ നേരം വൈകി വരുന്ന ഷൗക്കത്ത് അലിനെ എല്ലാ ദിവസവും ഈ വാരര മാഷ് കളിയാക്കും. അയാൾ ഈ ക്ലാസ്സിൽ ഇയാൾ നേരം വൈകി വരുമ്പോൾ പറയും, ഈ കുട്ടമ്പുഴയിലെ മീൻപർക്കികൾക്കൊക്കെ എന്തൊട്ട് പഠിപ്പാണ്, അവറ്റയ്ക്കൊക്കെ ഈ അങ്ങാടിയിൽ കച്ചവടം നടത്തിയിട്ട് ജീവിക്കുക നല്ലത്, എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഈ നിരന്തരം ഈ കുട്ടിയെ അപമാനിക്കും. അങ്ങനെ ഒരിക്കൽ ഈ കുട്ടി നേരം വൈകി വന്ന് ക്ലാസ്സിലിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നത് സാഹിത്യമാണ്, മലയാളമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമില്ലാതെ ഷൗക്കത്ത് അലിനെ നോക്കിയിട്ട് ഈ മാഷ് പറയും, കുട്ടമ്പുഴയിലെ മീൻപർക്കികൾക്ക് എന്തൊട്ട് സാഹിത്യം,
അവറ്റയ്ക്ക് ഒരു കൊട്ടയിൽ മുല്ലപ്പൂവും വേറൊരു കൊട്ടയിൽ ഉണക്കമീനും കിട്ടിയാൽ അവറ്റ ഉണക്കലേ എടുക്കുള്ളൂ. ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അവറ്റയ്ക്ക് അറിയില്ല. ഇത് കേട്ടപ്പോൾ ഷൗക്കത്ത് അലി തൻ്റെ സഹപാഠിയായ അശോകനോട് പറഞ്ഞു, എന്തുട്ടിന് ഈ മുയൽ പറയണു? ഈ വാരമാഷ മുയൽ എന്നാണ് കുട്ടികൾ കളിയാക്കി വിളിക്കൽ, കാരണം അയാൾക്ക് നീണ്ട ചെവിയാണ്. എന്തുട്ടിന് ഈ മുയൽ പറയണു? മുല്ലപ്പൂവ് കിട്ടിയിട്ട് എന്തുട്ടിന്? ഒരു ചെറിയ ഉണക്കൽ കിട്ടിയാൽ ഒരു കലം ചോറുന്ന. അന്ന് ഷൗക്കത്ത് അലി പുറത്തേക്ക് വിട്ടപ്പോൾ അശോകനോട് പറയണം, ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നില്ല. എന്തിനാ വിറ്റൻ്റെ വായ കിടക്കണത് കേൾക്കാൻ വേണ്ടി എന്നും ഇങ്ങനെ വരുന്നത്? അപ്പോൾ സ്കൂളിൽ വരണത് നിർത്താം. ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നില്ല എന്ന്. അപ്പം എൻ്റെ ഉമ്മയും പറഞ്ഞു, എന്തിനാ എൻ്റെ കുട്ടിയെ, നമ്മൾ നയിച്ചിട്ടല്ലേ ജീവിക്കണത്, എന്തിനാ കണ്ടവർ പറയണമൊക്കെ കേൾക്കാൻ പോകണം, എൻ്റെ കുട്ടി സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 9ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയ ആളാണ് ഷൗക്കത്ത് അലി. പക്ഷേ അവൻ പിന്നെ കുറച്ചു കാലം നാട്ടിൽ ഓരോ പണിയൊക്കെ എടുത്ത് ജീവിച്ചു. പിന്നെ ഗൾഫിൽ പോയി അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലൊരു പ്രാവശ്യം വന്നപ്പോൾ അശോകനെ വന്ന് കാണുകയാണ്. അപ്പോഴേക്ക് അശോകൻ ഇവിടെ രജിസ്റ്റർ ഓഫീസിലൊരു ക്ലർക്കായിട്ടുണ്ട്. അപ്പോൾ ഷൗക്കത്ത് അലി ഒരു ദിവസം ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ തൻ്റെ പഴയ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഈ രജിസ്റ്റർ ഓഫീസിൽ വരുന്നതാണ് ആ കഥ. അന്ന് അശോകനെയും കൂട്ടി ഇയാൾ ഇവിടെ ഒരു ഹോട്ടൽ മുറിയിൽ പോയി പഴയ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയണത്. അവസാനം ഇയാൾ പറയണം, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഉമ്മ മരിക്കണതിൻ്റെ മുന്നേ ഓരോന്നെ എല്ലാവരും നോക്കാൻ കഴിയണേന്ന് മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതിന് പടച്ചും സഹായിച്ചു. ഈ തൃശ്ശൂരെ അശ്വനി ഹോസ്പിറ്റലിലെ ഡീലക്സ് റൂമിൽ കിടന്നിട്ടാണ് എൻ്റെ ഉമ്മ മരിച്ചത്. മരിക്കണതിൻ്റെ മുന്നേ എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യനോട് ചോദിച്ചു, കൈ നീട്ടിയിട്ട് ചോദിച്ചു, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കിക്കാന്ന് പറഞ്ഞു. കയ്യിലൊന്നുമില്ലല്ലോ അമ്മ. ഈ ചൂടി തെരച്ച ഈ എന്താണ് മറ്റേ തഴമ്പല്ലാതെ അവരുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉമ്മ പറയും, ഇമ്പൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, അങ്ങോട്ട് പോകുമ്പോഴും ഇമ്പളൊന്നും കൊണ്ടുപോകണില്ല അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ കണ്ണടച്ചത്. ഇതാണ് ആ കഥയിലെ ഷൗക്കത്ത് അലി പറയുന്നത്. അപ്പോൾ ഷൗക്കത്ത് അലിയുടെ ഉമ്മ സ്കൂൾ പഠിച്ചിട്ടില്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതിനെ സന്തോഷകരമായി ജീവിക്കാനുള്ളതാണ് എന്നും നമ്മളൊന്നും ആർത്തി പിടിച്ചുണ്ടാക്കുന്നില്ല എന്നും അതിൻ്റെ ആവശ്യമില്ല എന്നും ആ ഉമ്മയോട് പറഞ്ഞത് ആരാണ്? അത് ആ ഉമ്മ ഏതെങ്കിലും സ്കൂൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടോ ഉണ്ടാക്കിയതല്ല. ഇങ്ങനെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലും നന്മയുടെയും അറിവിൻ്റെയും തലങ്ങളുണ്ട്. ആ നന്മയുടെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പൗരസമൂഹ രാഷ്ട്രീയത്തിന് വികസിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും സുബൈർ എന്ന് പറയുന്ന എൻ്റെ സ്കൂളിലെ കൂട്ടുകാരനാണ്. ഇപ്പോഴും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സുബൈറിൻ്റെ ഉമ്മയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരുണ്യം എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ. അവർക്ക് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഏത് മനുഷ്യരെയും ചേർത്ത് നിർത്താൻ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എന്നെ പഠിപ്പിച്ച ആ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നിസ്കരിക്കുന്നവരും എൻ്റെ മതവിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ മതവിശ്വാസമുള്ള ആളുകളുമാണ്. പക്ഷേ കുട്ടിക്കാലത്ത് എത്രയോ ദിവസം ഞാൻ സുബൈറിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പോഴാണ് ആ ഉമ്മയാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് മറ്റു മനുഷ്യരെ എന്ന് എന്നെ പഠിപ്പിച്ചത്. ആ വീട്ടിലൊരംഗത്തെ പോലെ അവരെന്നെ കണക്കാക്കുകയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരെ കണ്ടപ്പോൾ എന്നെ അവർ കെട്ടിപ്പിടിച്ച് കുറേ കരയുകയും ഒക്കെ ചെയ്തു, ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്. അതാണ് മനുഷ്യപ്പറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മനുഷ്യപ്പറ്റ് എന്താണെന്ന് അന്വേഷിച്ച് പുസ്തകം തരെയല്ല വേണ്ടത്. മനുഷ്യപ്പറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ ഇടയിൽ. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ആവശ്യമില്ലാത്ത മുൻവിധികളും ഈ പറഞ്ഞ പോലെ അപര സംസ്കാരത്തോടുള്ള വിദ്വേഷമൊക്കെ കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം
ആ മഴയിൽ ഒഴുകിപ്പോയി, അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തെ സഹായിക്കാൻ മുസ്ലിം നാമധാരിയായിട്ടുള്ളൊരു സുഹൃത്ത് തയ്യാറായി. എന്തൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വന്ന ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അർജുനെ സഹായിക്കാൻ മുഹമ്മദോ അല്ലെങ്കിൽ ഫൈസലോ ഒക്കെ തയ്യാറായി വരുമ്പോൾ അതിനെ മനുഷ്യപ്പറ്റായി കാണുന്നതിന് പകരം അതിനകത്തും വർഗീയതയുടെയും ഈ അപരമത വിദ്വേഷത്തിൻ്റെയൊക്കെ ഘടകങ്ങൾ കാണുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്തരം ഈ നമ്മുടെ സാഹോദര്യത്തെ മുറിപ്പെടുത്തുന്ന ധാരാളം പ്രചരണങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്, പൗരസമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സാഹോദര്യം പുലരുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സാഹോദര്യം പുലരുന്ന ഒരു നാട് എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയ സമൂഹത്തിനും പൗരസമൂഹത്തിനും അതിൽ വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ആവശ്യമില്ലാത്ത ഈ വിദ്വേഷ പ്രചരണം അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി പൗരസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് നിൽക്കണമെങ്കിൽ ഈ കരുണയും സ്നേഹവും മനുഷ്യപ്പറ്റുമല്ലാതെ മറ്റൊരു ഒരു രാഷ്ട്രീയം കൊണ്ടും നമുക്കതിനെ മറികടക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൗരസമൂഹം എന്ന് പറയുന്ന നമ്മളെല്ലാം ജീവിക്കുന്ന സാമാന്യ മനുഷ്യരുടെ ഈ സമൂഹത്തിനകത്ത് അതിജീവനത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് നാം സൃഷ്ടിച്ചെടുക്കുന്ന ഈ സാഹോദര്യം എന്ന് പറയുന്നതാണ്. ആ സാഹോദര്യം പുലരണമെങ്കിൽ നമുക്കിടയിൽ അതിന് തരത്തിലുള്ളൊരു ആശയവിനിമയം വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയും അതിനുള്ള ഒരു ഭാവനയും വാസ്തവത്തിൽ നമുക്ക് ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾക്കൊരു ഭാഷ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ആ സമൂഹത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട മനുഷ്യർ പരസ്പരം ഉൾക്കൊള്ളുകയും പരസ്പരം മനസ്സിലാക്കുകയും അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വാദിക്കാനും തോൽപ്പിക്കാനുമല്ലാതെ പരസ്പരം അറിയാനും അറിയിക്കാനുമുള്ള ഒരു ഭാഷ വാസ്തവത്തിൽ നാം വികസിപ്പിച്ചെടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംസ്കാരം എന്ന് പറയുന്നതാണ്. സംസ്കാരം എന്നത് അത് മനുഷ്യർ സ്വീകരിക്കുന്തോറും വികസിക്കുന്ന ഒന്നിൻ്റെ പേരാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ അടഞ്ഞ ഒരു സമൂഹമാണെങ്കിൽ നമ്മൾ സംസ്കാരശൂന്യരായിത്തീരും. നമ്മൾ തുറന്ന സമൂഹമാവുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ സംസ്കാര സമ്പന്നരായിത്തീരുന്നത്. ഇപ്പോൾ കേരളം പോലുള്ളൊരു സമൂഹം എങ്ങനെയാണ് വാസ്തവത്തിൽ വളരെ സംസ്കാര സമ്പന്നമായൊരു സമൂഹമായി തീർന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വിശാലമായ കടൽപ്പുറം തന്നെയാണ്, ഈ പറയുന്ന കടലോരം തന്നെയാണ് നമ്മെ ഒരു സംസ്കാര സമ്പന്നമായ ജനതയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. കാരണം ലോകത്തുള്ള പല സംസ്കാരങ്ങളും കേരളത്തിലേക്ക് വരികയും കേരളത്തിൻ്റെ തീരങ്ങളിൽ വരികയും ആ തീരങ്ങളിലേക്ക് വന്ന അറേബ്യൻ സംസ്കാരമായാലും ശരി, ഗ്രീക്ക് സംസ്കാരമായാലും ശരി, യൂറോപ്യൻ സംസ്കാരമായാലും ശരി, ഈ സംസ്കാരങ്ങളിൽ നിന്ന് പലതും നമ്മൾ സ്വീകരിച്ചു, നമ്മളിൽ നിന്ന് പലതും നമ്മൾ അവർക്ക് കൊടുത്തു. അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്നതുകൊണ്ടാണ് മലയാളി എന്ന് പറയുന്ന ഒരു സമൂഹവും മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയും വാസ്തവത്തിൽ വളരെ സമ്പന്നമായി തീർന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നാം മറ്റുള്ളവരിൽ നിന്ന് കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് സംസ്കാരം ഉണ്ടാവുന്നത്. ഈ സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു പ്രവൃത്തിയിൽ നമ്മളെല്ലാം വാസ്തവത്തിൽ പങ്കാളികളാകേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിരന്തരം സാഹോദര്യത്തെപ്പറ്റി, നിരന്തരം സഹജീവനത്തെപ്പറ്റി നാം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നത് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനം
മറ്റുള്ളവരെ മാനിക്കുക എന്ന. എല്ലാ മനുഷ്യരും അന്തസ്സുള്ളവരാണ്. ഈ മനുഷ്യാന്തസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് മനുഷ്യാന്തസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ മനുഷ്യൻ്റെ അനിവാര്യമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുക്കപ്പെടുക എന്നതാണ് മനുഷ്യാന്തസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യാന്തസ്സിന് വലിയ പരിക്കേറ്റുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാലും വസ്ത്രം ധരിച്ചാലും വഴി നടന്നാലുമെല്ലാം ഈ പറഞ്ഞ പോലെ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യാന്തസ്സിനേൽക്കുന്ന ഒരു പരിക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ നടന്നു പോകുമ്പം എന്താ നിങ്ങളെ പേര്? അപ്പോൾ എൻ്റെ പേര് ഈ പറഞ്ഞ പോലെ ബഷീർ എന്നാണെങ്കിൽ ഉടനെ എൻ്റെ രൂപം നോക്കി, എൻ്റെ അഡ്രസ്സ് നോക്കി എന്നെ സംശയിക്കുക. ഈ പറയുന്ന മനുഷ്യൻ ഒരു തീവ്രവാദിയാണെന്നോ അല്ലെങ്കിൽ വർഗീയവാദിയാണെന്നോ എന്നെ മുദ്ര കുത്തുമ്പോൾ വാസ്തവത്തിൽ എനിക്കുണ്ടാകുന്നത് അഭിമാനക്ഷതമാണ്. അതാണ്. അല്ലാതെ ഇപ്പം വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തിയ ഒരാളിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചു, പേര് ചോദിച്ചതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അതെന്നെ മറ്റൊരാൾക്ക്, എൻ്റെ കൂടെയുള്ള അശോകൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ കുഴപ്പമില്ല, എനിക്ക് ഈ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നഷ്ടപ്പെടുന്നത്? അവിടെ അന്തസ്സാണ് നഷ്ടപ്പെടുന്നത്. ഈ അന്തസ്സ് നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. ആധുനിക സമൂഹത്തിൽ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിരിക്കണം. അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ, അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തൊഴിലെടുക്കാൻ, അവർക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവുക എന്നതും വിവേചനമില്ലാതിരിക്കുക എന്നതും പ്രധാനമാണ്. ഇപ്പം പണ്ട് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ ചില പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതിലൂടെ വഴി നടക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഏതാണ്ട് 603 ദിവസം നീണ്ടു നിന്നൊരു സമരം നടന്നത്. അതിൻ്റെ 100ാം വാർഷികമാണിപ്പോൾ. ആ 603 ദിവസം നടന്ന സമരത്തിൽ ഗാന്ധി പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ വഴി കൂടി തന്നെ നടക്കണമെന്ന് എന്താ അത്ര നിർബന്ധം, ഞങ്ങൾ വേറൊരു വഴി ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു വഴി ഉണ്ടാക്കി ഒരു കൂട്ടർ ഒരു വഴിയിലൂടെയും വേറൊരു കൂട്ടർ വേറൊരു വഴിയിലൂടെയും നടക്കും. എന്താ പ്രശ്നം? അത് വിവേചനമാണ്. വിവേചനം മനുഷ്യാന്തസ്സിന് പരിക്കേൽപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് വഴി നടക്കാൻ വേണ്ടി 603 ദിവസം സമരം നടത്തിയത്. എല്ലാവരും ഒരു വഴി കൂടി നടക്കുക, എല്ലാവരും ഒരേ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക, എല്ലാവരും ഒരു വിദ്യാലയത്തിൽ പഠിക്കുക. അയ്യങ്കാളി എന്തുകൊണ്ടാണ് 1.5 കൊല്ലം നീണ്ടു നിന്ന പണിമുടക്ക് സമരം നടത്തിയത്? അതിന് മറ്റൊരു കാരണവുമില്ല. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണം, ചേർത്തിരുത്തി പഠിപ്പിക്കണം. എന്തിനാണ് വിവേചനം എന്ന ചോദ്യമാണ്. അപ്പോൾ ഈ വിവേചനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അന്തസ്സിനേൽക്കുന്ന പരിക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ധാരാളം സമരങ്ങൾ നമ്മുടെ രാജ്യത്തൊരു കാലത്ത് നടന്നത്. ഇന്നും വാസ്തവത്തിൽ ഈ വിവേചനം തുടരുകയാണ്. മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കൂട്ടർക്ക് ചില ആളുകളുടെ ആരാധനാലയങ്ങൾ നിരന്തരം അതിക്രമിക്കപ്പെടുക, എന്നാൽ മറ്റ് ചില മതങ്ങളുടെ ആരാധനാലയങ്ങൾ നിരന്തരം ഉയരുക. അതാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആരാധനാലയത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെയോ പ്രശ്നമല്ല, അത് വിവേചനമാണ്. കാരണം 1991 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരം എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നത് ഭരണഘടനാ ബാധ്യതയാണ്. ആ ബാധ്യത നിലനിൽക്കുമ്പോഴാണ് നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി ചില ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പടയൊരുക്കങ്ങൾ നടത്തുന്നത്. അത് വാസ്തവത്തിൽ വിവേചനമാണ് എന്നതാണ് പ്രശ്നം. അല്ലാണ്ട് 5 കിലോമീറ്റർ അപ്പുറം നിങ്ങൾക്ക് വേറൊരു പള്ളി ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ ഇതൊരു പള്ളിയുടെ പ്രശ്നമല്ല, അത് വാസ്തവത്തിൽ മനുഷ്യാന്തസ്സിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ മനുഷ്യാന്തസ്സ് നിരന്തരം വേട്ടയാടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് നാം വാസ്തവത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താനുള്ള മനുഷ്യപ്പറ്റിനെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ
നമ്മുടെ പൗരസമൂഹത്തിൽ രാഷ്ട്രീയ സമൂഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ തരത്തിൽ വംശീയമായ ഒരു രാഷ്ട്രീയ സമൂഹം ഉണ്ടായി വന്നത്? അതിന് ഉത്തരവാദികൾ ഈ പൗരസമൂഹത്തിലുള്ള മനുഷ്യർ തന്നെയാണ്, അല്ലേ? ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ആൾക്കാരാണല്ലോ പോയിട്ട് ഈ ഭരിക്കുന്നത്. അതുകൊണ്ട് തെറ്റായി ഭരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ ആ തെറ്റായി ഭരിക്കുന്ന ആളുകൾ അവിടെ എത്തിച്ച മനുഷ്യരാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് പൗരസമൂഹമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. രാഷ്ട്രീയ സമൂഹത്തെ തിരുത്താൻ പൗരസമൂഹത്തിനെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ പൗരസമൂഹത്തിനകത്ത് ജനാധിപത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രീയ സമൂഹത്തെ തിരുത്താനും നാം ആഗ്രഹിക്കുന്നൊരു ഇന്ത്യയെ പുലർത്താനും സാധിക്കൂ എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ SYSനെ പോലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് കാരണം. ഇത് പൗരസമൂഹത്തെ തിരുത്താനാണ്, അല്ലാതെ രാഷ്ട്രീയ സമൂഹത്തെ തിരുത്താൻ രാഷ്ട്രീയ പാർട്ടികളാണ് ശ്രമിക്കേണ്ടത്. നമ്മളാരും രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളല്ല. വാസ്തവത്തിൽ നമ്മൾ പൗരസമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പൗരസമൂഹ സന്നദ്ധ സംഘടനയാണ് SYS എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു സംഘടനയ്ക്ക് ഈ സാമാന്യ ജനതയ്ക്കകത്ത് മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും പാഠങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചേക്കാം, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിരുന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടാവുമോ എന്ന് ചോദിക്കാം. ആ ശുഭപ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അത് പണ്ടൊരു ഉസ്താദ്, ആ കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ടൊരു ഉസ്താദ് ഒരു നാട്ടിൽ മതപ്രഭാഷണം നടത്തുക. മനുഷ്യന്മാരെയൊക്കെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മതപ്രഭാഷണം. അപ്പോൾ അത് പരസ്യമൊക്കെ കൊടുത്ത് ആദ്യത്തെ ദിവസം ആ വേദി സദസ്സ് അതിനു വേണ്ടി ഒരുക്കിയ ആ സ്ഥലം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഉസ്താദ് വളരെ ആവേശഭരിതനായി ഈ മനുഷ്യന്മാരെയൊക്കെ പോകുമ്പോൾ നേരെയാക്കാന്നുള്ള മട്ടിൽ ആവേശഭരിതനായി സംസാരിക്കുക. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം വേർത്ത് കുളിച്ച് അദ്ദേഹം ആകെ അവശനായി. അത് കഴിഞ്ഞ് പിറ്റേന്ന് മൂപ്പര് പ്രസംഗിക്കുമ്പോൾ ആദ്യം വന്നതിൻ്റെ പകുതി ആളുള്ളൂ. പക്ഷേ മൂപ്പർക്ക് ആവേശത്തിനൊരു കുറവില്ല. വളരെ ആവേശഭരിതനായിട്ട് തന്നെ അന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിനേക്കാൾ 10 മിനിറ്റ് അധികം സംസാരിച്ചു. ഈ പറഞ്ഞ പോലെ മനുഷ്യപ്പറ്റിനെ പറ്റിയും മനുഷ്യത്വത്തെ പറ്റിയും ഒക്കെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. അന്ന് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമായപ്പം അതൊന്നും കുറച്ചും കൂടെ ആൾ കുറഞ്ഞു. ആകെ ലേശ ആളുള്ളൂ. പക്ഷേ ആവേശത്തിനൊരു കുറവില്ല. എന്ന് സംസാരിച്ചതിനേക്കാൾ 5 മിനിറ്റ് അധികം സംസാരിച്ചു. അവസാനത്തെ ദിവസം കേൾക്കാൻ ആരുമില്ല. അപ്പോഴും മൂപ്പര് ആവേശം കുറയ്ക്കാതെ സംസാരിക്കുന്നതാണ്. അന്ന് പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് മെല്ലെ ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല ഉസ്താദ്, നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസം ആവേശം കൊണ്ട് പ്രസംഗിച്ചൊക്കെ മനസ്സിലായി, ഇന്നിപ്പോൾ ആരും കേൾക്കാനില്ലാഞ്ഞിട്ട് നിങ്ങൾ എന്തിനെത്ര ആവേശം കൊണ്ട് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതെ, ഇങ്ങനെ ആവേശം കൊണ്ടില്ലെങ്കിൽ ഞാനും ഓല കൂടിയാണ്ട് പോയി പോകുന്നു. അതാണ്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞതുകൊണ്ട് രാജ്യത്തുള്ള എല്ലാവരും ഇത് കേൾക്കണമെന്നും എല്ലാവരും മാറണമെന്നും ഇപ്പം തന്നെ ഇതിൻ്റെ ഫലം കാണണം നമ്മൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഫലം ഉണ്ടാവും. കാരണം നിരന്തരം നമ്മൾ സ്നേഹത്തെപ്പറ്റിയും മനുഷ്യപ്പറ്റിനെ പറ്റിയും മനുഷ്യത്വത്തെപ്പറ്റിയും സാഹോദര്യത്തെപ്പറ്റിയും നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും ആ കാലം വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പൗരസമൂഹത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ സമൂഹത്തെ തിരുത്താൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.